എൻ ശ്രീകുമാർ, ഇപ്പോൾ റെജി ലൂക്കോസ് പറഞ്ഞ ന്യായം കേട്ടില്ലേ? അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ് വരുമ്പോൾ ഭാര്യ കൂടെ വരുന്നുണ്ട്, അത് ഇവിടെയും ആയിക്കൂടെ? അതിലെന്താണ് തെറ്റെന്നാണ് റെജി ലൂക്കോസ് ചോദിക്കുന്നത്. അതായത് റെജി ലൂക്കോസിന് അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹം ഒരു CPM മെമ്പറാണ് അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറയുള്ളൂ. നമുക്ക് നമ്മുടെ നാട്ടില് ഈ ഭാര്യമാർക്ക് വലിയ സ്ഥാനമുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഒരു കപ്പലിന്റെ ഇത് നടത്തുകയാണെങ്കിൽ അതിന്റെ കപ്പൽ നീറ്റിൽ കിടക്കുന്ന സന്ദർഭത്തില് അത് ആരാണോ രാജ്യരക്ഷാ മന്ത്രി അവരുടെ ഭാര്യമാരാണ് അതിന്റെ നാളികേരം ഉടയ്ക്കുകയോ അങ്ങനെ എന്തോ ചെയ്യുന്നത്. അതിലൊക്കെ വലിയ കാര്യം വേറെയുണ്ട്. പക്ഷെ ഇതല്ലല്ലോ. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ ഭാര്യയും കൂട്ടി വന്നതും ആ വൈസ് പ്രസിഡന്റ് പങ്കെടുക്കുന്ന ഏതെങ്കിലും യോഗത്തിൽ ആ ഭാര്യ ഉണ്ടോന്നുള്ളതൊക്കെ നമ്മൾ പിന്നെ ചർച്ച ചെയ്യാം. പക്ഷെ ഇവിടെ എന്താന്ന് വെച്ചാല് ഒരു ഔദ്യോഗിക യോഗത്തിൽ പങ്കെടുത്ത കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, അല്ലാണ്ട് കൂടെ പോയതിനല്ല. ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പ്രതിപക്ഷ നേതാവിനും ഒക്കെ പോകാന്നേ, രാഷ്ട്രീയ നേതാവിനും പോവാം. പക്ഷേ ഔദ്യോഗിക യോഗം ഒരു ഹാളിൽ നടക്കുമ്പോൾ ആ യോഗത്തിലേക്ക് കുടുംബസമേതം അവരെ ഇരുത്തുന്നത് തെറ്റാണ്. മറ്റവർ പുറത്തിരിക്കും, സാധാരണ അവർ പുറത്താണ് ഇരിക്കുക. ആ യോഗം കഴിഞ്ഞ് അവർ ഒരുമിച്ചൊരു കാറിൽ പോകും. ഭാര്യമാരും മുഖ്യമന്ത്രിയുടെ കാറിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് പോകാം, മക്കൾക്ക് പോകാം, അതൊന്നും തെറ്റില്ല. പക്ഷെ യോഗം അങ്ങനെയല്ലല്ലോ. യോഗത്തിൽ മിനിറ്റ്സ് രേഖപ്പെടുത്തും. എന്താണ് മിനിറ്റ്സ്? ഈ യോഗത്തിൽ പങ്കെടുത്ത ആരൊക്കെയാണ്, ആ പങ്കെടുത്തവരുടെ പേര് എഴുതുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഔദ്യോഗികമായി മാറിയില്ലേ? അപ്പൊ ആ പേര് എഴുതുന്ന കൂട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളുടെ പേര് എഴുതാറില്ലല്ലോ നമ്മള്. അപ്പൊ ആ യോഗത്തിൽ ഇരിക്കുന്നത് തെറ്റാണ്. അത് മാത്രവുമല്ല, ഇതൊരു രഹസ്യ സ്വഭാവമുള്ള യോഗങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അത് എത്ര അടുത്ത കുടുംബാംഗങ്ങളാണെങ്കിലും പങ്കെടുപ്പിക്കുന്നത് തെറ്റാണ്. കാരണം നാളെ പല ആക്ഷേപങ്ങൾക്ക് അത് വഴിവെക്കും. ഇത് മനസ്സിലാക്കാതെ പോയതല്ല മുഖ്യമന്ത്രി. ഞാൻ പറഞ്ഞല്ലോ, ഇത് ചിത്രവും ചരിത്രവുമാണ് ഈ വിഴിഞ്ഞം ഉദ്ഘാടനം എന്ന് പറയുന്നത്. അപ്പൊ അതില് അദ്ദേഹത്തിന്റെ ആ ഒരു താല്പര്യം, ഞാൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് വിഴിഞ്ഞം പദ്ധതിയുടെ പൂർണ്ണമായത്, അത് എനിക്കുള്ള പങ്ക് വ്യക്തമാക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ അതിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ വരാം. പക്ഷെ നമ്മളിൽ കാണുന്ന രാഷ്ട്രീയം എന്താണെന്ന് വെച്ചാൽ, ഈ രാഷ്ട്രീയം മുഖ്യമന്ത്രി ഉപയോഗപ്പെടുത്തിയത് അദ്ദേഹത്തിന് വിനയായി മാറും. അദ്ദേഹത്തെക്കാട്ടിലും കൂടുതൽ വിനയായി മാറുന്ന പാർട്ടിക്കാണ്. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാളെ അവരുടെ പ്രവർത്തകരോട് ഉത്തരം പറയേണ്ടി വരും. കാരണം നാളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മന്ത്രിമാരെല്ലാം അവരുടെ ഭാര്യമാരൊക്കെ കൂട്ടിക്കൊണ്ടുപോകാറുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോഴേ ഭാര്യയെ അന്ന് നിങ്ങളെ യോഗത്തിൽ, കളക്ടറുടെ യോഗത്തിൽ ഏതെങ്കിലും മന്ത്രിയുടെ ഭാര്യ ഇരുന്നിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അല്ലെങ്കിൽ ആ ഭാര്യ ബന്ധപ്പെട്ട MLA അല്ലെങ്കിൽ മറ്റേ IAS ഉദ്യോഗസ്ഥയാവണം, അല്ലെങ്കിൽ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇത് തെറ്റാണ്. ഇതിൽ ന്യായീകരിക്കാൻ പറ്റില്ല CPM-ന്. പിന്നെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് റെജി ലൂക്കോസ് അദ്ദേഹം നല്ലൊരു സുഹൃത്താണ്. പക്ഷെ അപ്പൊ അദ്ദേഹം വെച്ച് ഇങ്ങനെ പറഞ്ഞു പോയി, ഇത് മാത്രമേ ഉള്ളൂ. അത് ന്യായീകരിക്കുന്ന കാര്യമല്ല. കാരണം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഭാര്യയും കൂട്ടി വരുന്ന പോലെ നമ്മളെ ഇപ്പൊ പണ്ട് R ബാലകൃഷ്ണനുള്ള ഒരു തമാശ ഉണ്ട്. R ബാലകൃഷ്ണനുള്ള കാനഡയിൽ പോയി പഴയ മന്ത്രിസഭാ കാലത്ത്. അപ്പൊ ആരോ ചോദിച്ചു, ബാലകൃഷ്ണപിള്ള എന്തിനാ ഭാര്യയെ കൊണ്ടുപോയത്? അപ്പൊ അദ്ദേഹം അന്നത്തെ പ്രതിപക്ഷത്തിന് കൊടുത്ത മറുപടി എന്താ അറിയാമോ? എനിക്ക് എന്റെ ഭാര്യയല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന്. അപ്പൊ അങ്ങനെ അത് ഭാര്യമാരെ കൊണ്ടുപോകുന്നതെന്ന് ആരും തെറ്റ് പറയുന്നില്ല. പക്ഷെ അവരെ ഔദ്യോഗിക യോഗത്തിൽ ഇരുത്തുന്നതാണ് പ്രശ്നം. ബി രാധാകൃഷ്ണ മേനോൻ, അങ്ങേക്ക് അവസാനിപ്പിക്കാം. നേരത്തെ ഇതൊരു വളരെ മുഖ്യമന്ത്രിയുടെ ഭാവിയിലേക്കുള്ള വളരെ കൃത്യമായ ഒരു നീക്കമാണ്. അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിൽ ഭാവിയിൽ അദ്ദേഹം എന്താണോ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി കുടുംബാംഗങ്ങളെ ഉപയോഗപ്പെടുത്താനുള്ള കൃത്യമായ പദ്ധതി രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ പ്രിയപ്പെട്ട ശ്രീകുമാർ സൂചിപ്പിച്ചതുപോലെ ഇത് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപരമായ അജണ്ടയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റ്. അതിനുമപ്പുറത്ത് കൃത്യമായി ഭാവിയിലേക്ക് വിഴിഞ്ഞം പോലെയുള്ള ഒരു അന്താരാഷ്ട്ര തുറമുഖത്തെ അതിനെ തന്റെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ പാർട്ടിയുടെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ മകളുടെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ രൂപപ്പെടുത്താനുള്ള അദ്ദേഹത്തിന്റെ കൃത്യമായ അജണ്ട, ഇതെല്ലാം ചേർത്ത് വായിക്കണം നമ്മൾ അദ്ദേഹത്തിന്റെ ഈ നടപടി. ഇതിനെപ്പറ്റി തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി വരും ദിവസങ്ങളിലെ നീക്കങ്ങൾ നിരീക്ഷിക്കണം. കേരളത്തിന്റെ മുഖ്യമന്ത്രി വലിയ വിവാദമാകുകയാണ് മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും വിഴിഞ്ഞം സന്ദർശനം. ഇത് സ്വാർത്ഥ താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് ഇത്തരത്തിൽ മകളെ കൂടി കൂട്ടിക്കൊണ്ടുള്ള ഈ ഔദ്യോഗിക സന്ദർശനം എന്നാണ് വിമർശനം ഉയരുന്നത്.